നമസ്കാരം കുട്ടികളെ. ഇന്ന് നമുക്ക് ഗണിതശാസ്ത്രത്തിലെ വളരെ രസകരമായ ഒരു അധ്യായം പഠിക്കാം. സമാന്തര ശ്രേണികൾ, അരിത്മാറ്റിക് സീക്വൻസസ്. നമ്മുടെ പാഠപുസ്തകത്തിലെ ആദ്യ അധ്യായമാണിത്. ഇതിലെ പ്രധാന ആശയങ്ങൾ നമുക്കൊന്ന് വിശദമായി നോക്കാം. 1. സംഖ്യാശ്രേണികൾ, നമ്പർ സീക്വൻസസ്. തുടക്കത്തിൽ തന്നെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ കുറച്ച് സംഖ്യകൾ ക്രമമായി എഴുതുന്നു. 1, 2, 3, 4. ഇതിനു ശേഷം വരുന്ന സംഖ്യ ഏതാണ്? നിങ്ങൾക്കറിയാം, 5 ആണ്. എങ്ങനെയാണ് നിങ്ങൾക്കത് പറയാൻ കഴിഞ്ഞത്? ഓരോ സംഖ്യയും കിട്ടാനായി നമ്മൾ 1 കൂട്ടുന്നു. അതുപോലെ 2, 4, 6, 8. അടുത്ത സംഖ്യ 10 ആണ്. ഇവിടെ നമ്മൾ ഓരോ പദത്തോടും 2 കൂട്ടുന്നു. ഇവിടെ ഒരു നിശ്ചിത നിയമമനുസരിച്ച് ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് എന്നിങ്ങനെ ക്രമമായി എഴുതുന്ന ഒരു കൂട്ടം സംഖ്യകളെയാണ് നമ്മൾ സംഖ്യാശ്രേണി എന്ന് പറയുന്നത്. ജ്യാമിതീയ ഉദാഹരണം: ത്രികോണം, ചതുർഭുജം, പഞ്ചഭുജം. ഇവയുടെ അകക്കോണുകളുടെ തുകകളുടെ ശ്രേണി നോക്കൂ. 180, 360, 540 എന്നിങ്ങനെ പോകുന്നു. 2. സമാന്തര ശ്രേണി, അരിത്മാറ്റിക് സീക്വൻസ്. എന്താണ് സമാന്തര ശ്രേണി? ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും കൂട്ടിക്കിട്ടുന്ന സംഖ്യാശ്രേണിയാണ് സമാന്തര ശ്രേണി. പൊതുവ്യത്യാസം അഥവാ ഡി. ഒരു സമാന്തര ശ്രേണിയിൽ അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എല്ലായ്പ്പോഴും തുല്യമായിരിക്കും. ഈ സ്ഥിരസംഖ്യയെയാണ് പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. പൊതുവ്യത്യാസം കാണാൻ എളുപ്പമാണ്. പൊതുവ്യത്യാസം അഥവാ ഡി സമം രണ്ടാം പദം മൈനസ് ഒന്നാം പദം. ഉദാഹരണം: ശ്രേണി 8, 11, 14, 17. പൊതുവ്യത്യാസം 11 മൈനസ് 8 സമം 3. 3. സമാന്തര ശ്രേണിയിലെ ബന്ധങ്ങൾ. രണ്ടു പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അവയുടെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിന്റെ അത്രയും മടങ്ങ് പൊതുവ്യത്യാസമായിരിക്കും. ഉദാഹരണം: ഒരു ശ്രേണിയുടെ മൂന്നാം പദം 37ഉം ഏഴാം പദം 73ഉമാണെങ്കിൽ പൊതുവ്യത്യാസം എത്ര? പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 73 മൈനസ് 37 സമം 36. സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 7 മൈനസ് 3 സമം 4. പൊതുവ്യത്യാസം 36/4 സമം 9. അതായത് പൊതുവ്യത്യാസം ഡി സമം 9. 4. തുല്യ അകലത്തിലുള്ള പദങ്ങൾ. ഒരു സമാന്തര ശ്രേണിയിലെ തുല്യ അകലത്തിലുള്ള ജോഡി പദങ്ങളുടെ തുക എപ്പോഴും തുല്യമായിരിക്കും. ഉദാഹരണം: ആദ്യത്തെ 4 പദങ്ങളുടെ തുക 100 ആണെന്ന് കരുതുക. 4 പദങ്ങളെ നമുക്ക് 2 ജോഡികളാക്കാം. അപ്പോൾ ഓരോ ജോഡിയുടെയും തുക 100 ഹരണം 2 സമം 50 ആയിരിക്കും. ഒന്നാം പദം പ്ലസ് നാലാം പദം സമം 50, രണ്ടാം പദം പ്ലസ് മൂന്നാം പദം സമം 50. ഇനി ഒന്നാം പദം 10 ആണെങ്കിൽ നാലാം പദം എത്രയായിരിക്കും? നാലാം പദം സമം 50 മൈനസ് 10 സമം 40. ഇത്രയുമാണ് ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.